വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിയോ ഹജ്ജ് ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സൂറ അൽ ഫാത്തിഹയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ഫാത്തിഹയിലെ 3 ആയത്തുകളുടെ ആശയങ്ങളാണ് നാം പഠിച്ചത്. എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ബിസ്മി, അൽഹംദു, പിന്നെ അർറഹ്മാനിർ റഹീം, ഈ ആയത്തുകൾ. അതിനു മുമ്പ് അഊദും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ പേഴ്സണലായിട്ട് ഇടണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ബിസ്മിക്ക് ശേഷം അൽഹംദു കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകൾ ഖുർആനിൽ ഉണ്ട് എന്നതായിരുന്നു ചോദ്യം. ഏതാണ്ടൊരു 10 പേര് അതിന് കറക്റ്റ് ആൻസർ പേഴ്സണലായിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ സൂറകൾ നമ്മളെല്ലാവരും പരിശോധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയാണ് 1, പിന്നെ സൂറത്തുൽ അൻആം, പിന്നെ സൂറത്തുൽ കഹ്ഫ് നാം വെള്ളിയാഴ്ചകളിൽ ഓതുന്ന സൂറയാണ്, പിന്നെ സൂറത്തു ഫാത്തിർ, സൂറത്തു സബ. ഇങ്ങനെ 5 സൂറത്തുകളാണ് ആ നിലയിൽ വന്നിട്ടുള്ളത് എന്ന് കാണാം. എന്നാൽ ഖുർആനിൽ അതല്ലാതെ സൂറത്തുകളുടെ അകത്ത് അൽഹംദുലില്ലാഹ് വേറെയും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഉത്തരങ്ങൾ അറിയിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവരും അങ്ങനെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പഠനം കുറെ കൂടി ആവേശകരമായിട്ട് മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മൾ 4-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. മാലിക് യൗമിദ്ദീൻ എന്നതാണ് 4-ാമത്തെ ആയത്ത്. ശരിക്കും ഈ ആയത്തുകൾ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആയത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കും, ആയത്തുകളുടെ ആശയം ഗ്രഹിക്കാൻ സാധിക്കും. ഈ ആയത്ത് കൂടി ചേരുമ്പോൾ ഒന്നുകൂടി അതിൽ വ്യക്തത ലഭിക്കും എന്ന് കാണും. മാലിക് എന്താണ് അർത്ഥം? ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. മലിക് നമുക്കൊക്കെ പരിചയമുള്ളൊരു വാക്കാണ്. മലിക് രാജാവ് എന്നാണ് അർത്ഥം. മാലിക് ഉടമസ്ഥൻ. അതിൻ്റെ നമ്മുടെ അർത്ഥം കൊടുത്തതിൽ വന്നിട്ടുണ്ട്. മലിക് രാജാവാണ്, മാലിക് ഉടമസ്ഥനാണ്. യൗം ദിവസം, ദീൻ അദ്ദീൻ അലിഫ്ലാം ചേർത്തുകൊണ്ടാണ് ഇവിടെ ദീൻ കൊടുത്തിരിക്കുന്നത്. പ്രതിഫലത്തിൻ്റെ അഥവാ നിയമ നടപടിയുടെ, ഇങ്ങനെ 2 അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്നിച്ചു പറയുമ്പോൾ മാലിക് യൗമിദ്ദീനി, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ എന്നായിരിക്കും. പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ. അപ്പൊ ബാക്കി എവിടെ? മുകളിലോട്ട് പറഞ്ഞു നോക്കാം. പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ, പരമകാരുണികനും കരുണാനിധിയുമായ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതി. അവിടെയാണ് അതിൻ്റെ ഒരു ആശയം പൂർണ്ണമാകുന്നത് അല്ലെ. താഴെ നിന്ന് മുകളിലോട്ട് പറയുമ്പോൾ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ, പരമകാരുണികനും കരുണാനിധിയുമായ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതി. അപ്പൊ ശരിക്കും ഈ ആയത്തൊക്കെ കണക്റ്റഡ് ആകുന്നത് എവിടെയാണ്? അൽഹംദുലില്ലയുമായിട്ടാണ് അല്ലെ. ആ സർവസ്തുതി പറയാനാണ് ഇതൊക്കെ ചേർത്ത് പറഞ്ഞത്. ആർക്കാണ് സർവസ്തുതി എന്ന് ചോദിച്ചാൽ സർവലോക സംരക്ഷകനായ അള്ളാഹുവിന്, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് സർവസ്തുതി. ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ട് കണക്ട് ചെയ്ത് പറയണം. അപ്പോഴാണ് കൃത്യമായൊരു ആശയം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മാലിക് ഉടമസ്ഥൻ. ഖുർആനിൽ എത്ര തവണ മാലിക് ഉണ്ട്? നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ എണ്ണാൻ പറഞ്ഞാൽ കുടുങ്ങിപ്പോവില്ലേ? ഖുർആൻ ഇങ്ങനെ മറിച്ച് തളർന്നു പോവില്ലേ എന്ന് ആലോചിക്കുന്നുണ്ടാവും. നമുക്ക് പരിചയമുള്ള ഒരു മാലിക് ഉണ്ട്.
ഈ ഫാത്തിഹയിലുള്ളതല്ലാത്തത് ഏതാണ്? സൂറ ആലു ഇമ്രാനിലാണ് ആ പ്രയോഗം വന്നിരിക്കുന്നത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലെ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശ വതൻസിഉൽ മുൽക മിമ്മൻ തശ എന്ന് പറയുന്ന ആയത്തില്ലേ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ, അവന്റെ അധികാരത്തെ, ഉടമസ്ഥതയെ കുറിച്ചൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ആയത്താണ്. അതൊരു പ്രാർത്ഥന കൂടിയാണ്. ചില റിപ്പോർട്ടുകളിൽ അത് കടബാധ്യതയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു പ്രാർത്ഥന എന്ന രൂപത്തിലൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പിന്നെ മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെ 2 സ്ഥലത്താണ് ഈ പ്രയോഗം ഖുർആനിൽ ആകെ വന്നിട്ടുള്ളത്. അപ്പൊ എന്താ ശരിക്കും മാലിക് എന്ന് പറഞ്ഞാല്? ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് കേവലമായൊരു ഉടമസ്ഥതയല്ല. ഇപ്പൊ നമുക്ക് പല ഉടമസ്ഥതയുണ്ടല്ലോ. നമ്മളിപ്പോ വീട്ടിലായിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ ആ വീടിന്റെ ഉടമസ്ഥരാണ് എന്ന് നമ്മൾ പറയും, അല്ലെ? പക്ഷെ ആ ഉടമസ്ഥത എങ്ങനെയാ? നിലനിൽക്കുന്നതാണോ? അല്ല. ഒരുപക്ഷെ നമ്മുടെ ആയുസ് വരെ നിലനിന്നേക്കും. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ആ വീട് മാറിയേക്കും. ചിലപ്പോൾ അത് വിൽപ്പന നടത്തിയേക്കും, അല്ലെ? അത് മനസ്സിലാക്കണമെങ്കിൽ എവിടെ പോകണം? രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതി. എത്ര പ്രമാണങ്ങളാണ് അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും ഡീഡുകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പലരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, തിരിച്ചും മറിച്ചും. ആലോചിച്ച് നോക്ക. അപ്പൊ അതിനാൽ നമ്മുടെ ഉടമസ്ഥത എന്ന് പറഞ്ഞത് താൽക്കാലികമാണ്, തികച്ചും താൽക്കാലികമാണ്. ഒന്നുകിൽ ഒന്നിന്റെ ഉടമാവകാശം താൽക്കാലികം, അതല്ലെങ്കിൽ നമ്മുടെ കാര്യം തന്നെ താൽക്കാലികമാണ്, അല്ലെ? നമ്മുടെ ഉടമസ്ഥതയിലാണെങ്കിൽ പോലും നമ്മൾ മരിച്ചുപോയ സംഗതി തീർന്നു, ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആധിപത്യം, ഉടമാവകാശം എന്ന് പറയുന്നത് എങ്ങനെയാ? നമ്മൾ സാധാരണ പറയില്ലേ, സമഗ്രവും സമ്പൂർണവും, അല്ലെ? അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. സമഗ്രവും സമ്പൂർണവുമായ പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയും. ആ നിലക്കാണ്, സമഗ്രമാണ്, സമ്പൂർണമാണ്, എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന ഉടമാവകാശമാണ്. അത് വേറെ ആരെങ്കിലും അള്ളാഹുവിന് കൈമാറിയതാണോ? അനന്തരാവകാശമായിട്ട് കിട്ടിയതാ? ഒരിക്കലും അല്ല. അങ്ങനെ ചിലർ വിശ്വസിക്കുമല്ലോ, അള്ളാഹുവിന് മാതാപിതാക്കൾ ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഇണയുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ മക്കളുണ്ട്, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ ആ നിലക്കുള്ള ഒരു അനന്തരാവകാശം കിട്ടിയതല്ല. പിന്നെയോ പണ്ടേ ഉള്ള അള്ളാഹുവിൻ്റെതാണ് സകലതും എന്നാണ്. അപ്പൊ മാലിക് എന്നത് വല്ലാത്തൊരു പ്രയോഗമാണ് ശരിക്കും, അല്ലെ? വല്ലാത്തൊരു പ്രയോഗമാണ് മാലിക്. അതിൽ പലതും വരുന്നുണ്ട്. വെറും ഉടമാവകാശത്തിന്റെ ആധാരത്തിന്റെ കെട്ടുകൾ മാത്രമല്ല. നമുക്കിപ്പോ 10 സെന്റ് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമാവകാശം മാത്രമാണ്. അവിടെ കിളക്കാനും വീട് വെക്കാനും, അല്ലെ, അവിടെ കൃഷി ചെയ്യാനും എല്ലാത്തിനുള്ള പൂർണ്ണ അവകാശമാണ്. മറ്റൊരാൾക്കും അതിലേക്ക് പ്രവേശനമില്ല നമ്മുടെ അനുവാദം കൂടാതെ. എന്ന് പറയും പോലെ ആരോടും കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനുണ്ട്. അതുപോലെ ഏത് കാര്യവും നിരോധിക്കാനുള്ള അവകാശം അള്ളാഹുവിനുണ്ട്. ആ നിലയിൽ ഏറ്റവും പരമാധികാരമാണത്. നമ്മുടെ രാജ്യത്തെ ഭരണകൂടം അല്ലെങ്കിൽ സുപ്രീം കോടതി, ഈ സംവിധാനത്തെ കുറിച്ച് അങ്ങനെയാണ് നമ്മൾ പറയാ, അല്ലെ? പക്ഷെ അതിന് നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു ജഡ്ജ് വിധി കൽപ്പിച്ചാൽ തന്നെ അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുമ്പോഴേ അദ്ദേഹത്തിന് അതിന് അധികാരമുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഗവൺമെന്റും അങ്ങനെ തന്നെയാണ്. അതിനും പരിമിതമായ അധികാരമാണ്. ഒരു 5 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവരത് മാറി അടുത്ത ഭരണകൂടം വരുന്നത് കാണാം. അപ്പൊ അതിനാൽ മാലിക് എന്നത് അള്ളാഹുവിന് മാത്രം ചേരുന്നതാണ്. സാങ്കേതികമായി പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പറയാവുന്നതാണ്, ഇതെന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. പക്ഷെ പരമമായ ഉടമാവകാശം അള്ളാഹുവിനാണ്. മാലിക് ഉണ്ട്, പിന്നെ മലിക് ഉണ്ട്, അതുപോലെ മലീഖ് ഇന്ദ മലീഖി മുഖ്തദിർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ മലിക് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? രാജാവാണ്, അല്ലെ? മലിക് രാജാവാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഖത്തറിലെ മഹാനായ ഭരണാധികാരി മലിക് ഹമ്മദ് അള്ളാഹുലേക്ക് യാത്രയായി എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അപ്പൊ അദ്ദേഹം മലിക്കാണ്. മലിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് കൽപ്പിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നവൻ എന്നാണ് അതിന്റെ ഒരാശയം. മറ്റുള്ളവരോട് കൽപ്പിക്കാനുള്ള ഒരു അധികാരം, അല്ലെ? ആ നിലക്ക് ആ അധികാരമുള്ള ആളാണ്.
എന്നാൽ മാലിക് സ്വയം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ, മറ്റാരുടെയും ശുപാർശയോ അല്ലെങ്കിൽ ആരുടെയും സഹായമൊന്നും കൂടാതെ എന്നൊരാശയം അതിലുണ്ട്. അതുകൊണ്ടായിരിക്കണം മനുഷ്യൻ ഉടമസ്ഥനാകുമ്പോൾ മലിക്ക് എന്നാണ് പറയാം, രാജാവ് എന്നുള്ള അർത്ഥത്തില്. രാജാവിന് അധികാരമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പട്ടാളത്തിന്റെയും മറ്റു പലരുടെയും പിൻബലം ഉണ്ടാകുമ്പോഴാണ് കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുക, അല്ലെ? അള്ളാഹു സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിമിതി ഇല്ല. പക്ഷെ അള്ളാഹുവിനും അൽ മലിക് എന്ന പേരുണ്ട്. അവിടെ അലിഫ്ലാം ചേരുമ്പോൾ അത് കുറെ കൂടി സമഗ്രമായ പ്രയോഗമാണ്. സാധാ നമ്മുടെ രാജാവല്ല. ഇപ്പൊ അൽ മലിക്കുൽ ഖുദ്ദൂസ് സൂറത്തുൽ ഹശ്റില് വരുന്നില്ലേ? അൽ മലിക് അൽ ഖുദ്ദൂസ്, വളരെ പരിശുദ്ധനായ അധികാരമുള്ള എന്നുള്ള അർത്ഥമുണ്ട്. മലിക് നാസ്, ജനങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിൽ തന്നെ സൂറത്ത് നാസിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ മാലിക്, അപ്പൊ എല്ലാ നിലയിലുമുള്ള പരമാധികാരമുള്ളവൻ. പിന്നെ വരുന്ന വാക്ക് യൗം, ആകെ 3 വാക്കാണ് ഈ 4-ാമത്തെ ആയത്തില്, അല്ലെ? യൗം, ദിവസം. അതിന്റെ ബഹുവചനം എന്താണ്? അയ്യാം. ഈ 2 വാക്കും നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടില്ലേ? ഇപ്പോ അറഫ ദിനം എങ്ങനെ പറയാം? യൗമു അറഫ. അതുപോലെ ബലി ദിനം യൗമു നഹർ, അല്ലെ? പിന്നെ യൗമു തർവിയ ദുൽഹജ്ജ് 8, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചാണ്. അയ്യാം എവിടെയാണ് ഹജ്ജിൽ വരുന്നത്? 11, 12, 13 അയ്യാമു തശ്രീഖ്, അല്ലെ? അപ്പൊ ആ വാക്കുകൾ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമുണ്ട്. യൗം ദിവസം, അയ്യാം ദിവസങ്ങൾ എന്നുള്ളതാണ്. മാലിക് ഉടമസ്ഥനായ, യൗം ദിവസത്തിന്റെ, അദ്ദീൻ പ്രതിഫല അല്ലെങ്കിൽ നിയമ നടപടിയുടെ എന്നൊക്കെ അർത്ഥം പറയാം. ദീന് എന്ന വാക്ക് സാധാരണ നമ്മൾ പറയും, വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വാക്കാണ് ഈ ദീന്. സാധാരണ നമ്മൾ മതം എന്ന അർത്ഥത്തിലാണ് പറയാം, അല്ലെ? മതം സാധാരണ ഒരു നാടൻ ശൈലിയിൽ ഇസ്ലാം മതം, ഹിന്ദു മതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ മലയാളം ഡിക്ഷണറി പരിശോധിച്ചാൽ ഈ മതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? അഭിപ്രായം എന്നാണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്, നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. ഓരോ ആൾക്കും ഓരോ അഭിപ്രായം ഉണ്ട് ഏത് വിഷയം പറഞ്ഞാലും. അപ്പൊ ഇസ്ലാം എന്നത് ഒരു അഭിപ്രായമാകുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകോ? ഇതൊരു സുഖമില്ലല്ലേ? അപ്പോ ഒരഭിപ്രായം അതാണ്. ദിവസം വേറെയും പല അഭിപ്രായങ്ങളുണ്ട്. ഇസ്ലാം അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇസ്ലാം നാം മനസ്സിലാക്കുന്ന അതാണ് സത്യം എന്നാണ്. കാരണം പ്രപഞ്ചനാഥനായ സൃഷ്ടികർത്താവായ അള്ളാഹുവിൽ നിന്നുള്ളതാണത്. അതിനപ്പുറം വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ മതം എന്ന വാക്ക് മതിയാവില്ല, അല്ലെ? എൻ്റെ മതം അനുസരിച്ച് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. എൻ്റെ അഭിപ്രായം അനുസരിച്ച് എന്നതിൻ്റെ അർത്ഥം. പിന്നെന്താ അർത്ഥം ദീനിന്? പിന്നെ പറയാം പ്രതിഫലം. ഇവിടെ വന്നല്ലോ, പ്രതിഫലത്തിന്റെ. പിന്നെ നിയമ നടപടിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ എന്നാണല്ലോ മൊത്തത്തിൽ അർത്ഥം. അപ്പൊ പ്രതിഫലം എന്ന വാക്ക് ഉപയോഗിക്കും. പിന്നെ ഒരു വാക്ക് എന്താണ്? ജീവിത വ്യവസ്ഥ. അങ്ങനെ കേട്ടിട്ടില്ലേ? കോഡ് ഓഫ് ലൈഫ് എന്ന് പറയാം. ജീവിത വ്യവസ്ഥ അത് കുറെ കൂടി പൂർണ്ണതയുള്ള ഒരു പ്രയോഗമാണ്. അമ്മ ജുസുവില് അടുത്ത ഒരു എന്താണ് ചെറിയ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് പറയാണ്, ഒരു ടാസ്ക്. അമ്മ ജുസുല് ദീൻ എന്ന വാക്ക് എവിടെയൊക്കെ വന്നിട്ടുണ്ട്, എത്ര തവണ വന്നിട്ടുണ്ട് ഒന്ന് പരിശോധിച്ചൂടെ? അമ്മ ജുസുവിൽ എവിടെയൊക്കെ ദീൻ എന്ന വാക്ക് വന്നിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഏതായിരിക്കും? സൂറത്തുൻ നസ്ർ പറയാം, അല്ലെ? യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ഒരു ദീനാണ്. പിന്നെ സൂറത്തുൽ കാഫിറൂൻ അവസാനത്തെ ആയത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ, അതാണ് മറ്റൊന്ന്. ഇനിയുള്ളത് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. 2 ഞാൻ പറഞ്ഞു. അപ്പൊ ശരിക്കും ദീൻ എന്ന് പറഞ്ഞാൽ ദാന യദീനു എന്നാണ് അതിന്റെ ക്രിയ. ദാന യദീനു എന്ന് പറഞ്ഞാല് എന്താണ്? ശരിക്കും ഒന്നില് നമ്മൾ പൂർണ്ണമായും പാകപ്പെട്ട് അടിമപ്പെട്ട് അതിന്റെ ഭാഗമായി തീരലാണ് ശരിക്കും ദീൻ. ഇപ്പൊ റോഡിൽ ഒരു ഓല വീണു എന്ന് കരുതാം. തെങ്ങിന്റെ ഓല വീണ് കഴിഞ്ഞാല്
അതാരും എടുത്തിൽ മാറ്റിയില്ല. ഇപ്പൊ എന്ത് സംഭവിക്കും? വാഹനങ്ങൾ ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ ഓടി 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 അവസാനം എന്താവും? ആ ഓല റോഡിൽ പതിഞ്ഞ് അതിന്റെ ഭാഗമായി പോകുന്നത് കാണാൻ പറ്റും അല്ലെ? പൂർണ്ണമായിട്ടും അതിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് പിന്നെ കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ ശരിക്കും ദീന് നമ്മള് പൂർണ്ണമായും ഒന്നിന് വഴിപ്പെട്ട് വഴങ്ങി അതിന്റെ ഭാഗമായി തീരുക എന്നുള്ള ആശയമാണ് ദീനിന് പൂർണ്ണമായിട്ടുള്ളത്. അപ്പൊ അതിന് ഒരു വശമാണ് പ്രതിഫലം, ഒരു വശം മാത്രമാണ് പ്രതിഫലം. അപ്പൊ അതില് പിന്നെ അമ്മ ജുസുവിൽ തന്നെ വരുന്ന സൂറത്തുകളിലെ പ്രയോഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ, പ്രതിഫല ദിനം എന്ന് പറയുമ്പോൾ പരലോകമാണ് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ കൃത്യമാണ് അല്ലെ? നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രതിഫല ദിനം എന്ന് പറയുമ്പോൾ ഖുർആനില് ദീൻ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പഠിച്ചാൽ ഇസ്ലാം എന്താ നമുക്ക് മനസ്സിലാവും. അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് പലതരം ചർച്ചകളാണ്. ചിലരെന്താ പറയാ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയ പ്രസ്ഥാനമാണ്, ആത്മീയമായ അനുഭൂതി നൽകുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാം, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോ അതില് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ദിക്റും ദുആയും ഉണ്ട്. ആ നിലക്കുള്ള ഒരു ലോകം മാത്രം പറയാം. വേറൊരു കൂട്ടർ എന്താ പറയാ, ഇസ്ലാം എന്ന് പറഞ്ഞാല് അതില് കുറെ കൂടി പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ ഇടപെടലുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് ഇസ്ലാം അല്ലെ? അതാണ് കുറെ കൂടി ശരി. ഇപ്പൊ ഖുർആൻ പഠിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മൾക്കൊക്കെ അറിയുന്ന ഒരു ആയത്തില്ലേ, സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തില് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, അവിടെ ഒരു ദീനുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന, വീണ്ടും ദീന് വരുന്നുണ്ട്. ആ ആയത്തിലെ ദീൻ എന്തായിരിക്കും? അതിന് തൊട്ട് മുമ്പ് എന്താ പറയുന്നറിയാം? ഭക്ഷ്യ നിയമമാണ് പറയുന്നത്, സിവിൽ നിയമം എന്ന് പറയാം. ഭക്ഷ്യ നിയമം പറഞ്ഞിട്ട് ഈ ദീൻ ഇതാ പൂർത്തിയായിരിക്കുന്നു. അതേസമയം വേറൊരു ആയത്തുണ്ട്, സൂറത്തു നൂറില് 2-ാമത്തെ ആയത്ത്. ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് അതിന്റെ ആശയം കൂടുതൽ പഠിച്ചാൽ വളരെ ഉപകാരപ്പെടും. എന്താ സൂറത്തു നൂറിലെ 2-ാമത്തെ ആയത്ത്? അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദും മിൻഹുമാ മിഅത്ത ജൽദ. വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും എന്ത് ചെയ്യണം? 100 വീതം അടിയടിക്കണം എന്നാണ് ആയത്തിൽ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ല. ഈ ശിക്ഷാവിധി 100 അടി അടിക്കാന്ന് പറയുന്ന ശിക്ഷാവിധി നടപ്പിലാക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള അനുകമ്പയും കാണിക്കരുത്. അങ്ങനെയാണല്ലോ 100 അടി ഒരു മനുഷ്യനെ അടിക്കുമ്പോൾ, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇളവ് നൽകാൻ വേണ്ടിയിട്ട് തോന്നിപ്പോകും. അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞത്. അവിടെ എന്താ ദീന്? ക്രിമിനൽ നിയമമാണ് അല്ലെ? കുറ്റവും ശിക്ഷയുമാണ്. അപ്പോ ഇസ്ലാമിൽ ശിക്ഷാവിധിയുണ്ട്. അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? ആ ഇസ്ലാമില് ഒരു ഭരണക്രമം ഉണ്ടാവും. നമ്മൾ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ ആളുകളെ ശിക്ഷിക്കാം എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു ഭരണകൂടമുണ്ട്, ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോടതിയും നിയമപാലനവും ശിക്ഷാവിധിയും ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതാണ് ദീന്. ഒരുപാട് സന്ദർഭങ്ങളിൽ പല ശൈലിയില് ദീൻ എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചായിട്ട് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പൊ ഇവിടെ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ എന്നാണ്. അത് പരലോകത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് പറയുന്നതിന്റെ ഉദ്ദേശം അല്ലെ? ഇവിടെ വേറൊരു സംഗതി നമ്മുടെ ഈ എഴുതിയതില് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? മാലിക്കി യൗമി ദീനി, ഈ 3 വാക്കിന്റെയും അവസാനത്തിലുള്ള ഹർക്കത്ത് എന്താ? കെസറാണ് അല്ലെ? മാലിക്കി യൗമി ദീനി. എന്താ കാരണം? ഇനി അതിന്റെ മുകളിലേക്ക് നോക്ക, അർ-റഹ്മാനി, നൂനിന് കെസറ്, അർ-റഹീമി പിന്നെയും കെസറ്. എന്താ കാരണം? കണ്ടോ, എഴുതി കാണിക്കുന്നുണ്ട്, അർ-റഹ്മാനി അർ-റഹീമി അല്ലെ? എന്തായിരിക്കും കാരണം? അപ്പൊ അതിന്റെ മുകളിലേക്ക് പോവാം. അൽഹംദു ലില്ലാഹി റബ്ബി അൽ ആലമീന. ഉണ്ടോ? അൽഹംദു ദമ്മാണ് അല്ലെ അവസാനത്തില്. ലില്ലാഹി അവിടെ കസ്ര ഉണ്ടോ? റബ്ബി പിന്നെയും കസ്ര. അൽ ആലമീന അവസാനത്തിൽ ഫത്ഹാണ്.
പക്ഷെ അവിടെ യാ ചേർത്ത് അലമീൻ എന്ന് വരുമ്പോൾ അത് കസറിന്റെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ അലമൂൻ എന്നാണ് വരിക. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഒറ്റൊരു ലാമാണ്. അൽഹംദു കഴിഞ്ഞിട്ടുള്ള ലാമ് കണ്ടില്ലേ? ലില്ലാഹി. ആ ലീ കാരണമായിട്ടാണ് ചേർന്ന് വരുന്ന വാക്കുകൾക്കൊക്കെയും കസർ വന്നിരിക്കുന്നത്. ഇത് അറബി ഭാഷ അത്രയും ഇന്റർലിങ്ക്ഡ് ആണ്. അങ്ങനെയുണ്ടല്ലോ, ഇപ്പോ ആളുകൾ ഖുർആൻ ആയത്തുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലേ? അതിൽ നിന്ന് ചിലത് വലിച്ചെടുത്ത് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്തൊക്കെ പറയാൻ ശ്രമിക്കും. അപ്പൊ ഈ ഒറ്റൊരു ലാമിൽ കണക്റ്റഡ് ആണ് ബാക്കി ആയത്തുകളൊക്കെ. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഖുർആനിലെ വള്ളി പുള്ളി വ്യത്യാസം വരുന്നില്ല എന്ന് നമ്മളെപ്പോഴും പറയില്ലേ? അതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ ലി വന്നത് ലില്ലാഹി, റബ്ബി, ആലമീന, യാവും നൂനും, റഹ്മാനി, റഹീമി, മാലിക്കി, യൗമി ദീനി, അല്ലെ? എല്ലാം കസ്റായി. എന്താ? അത് ഭയങ്കര ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള അള്ളാഹുവിന്റെ സവിശേഷമായ ഒരു ശൈലിയാണത്. അതുകൊണ്ടാണ് അള്ളാഹു അറബി ഭാഷ തന്നെ തെരഞ്ഞെടുത്തതെന്ന് പറയും. ഖുർആനിൻ അറബിയൻ എന്ന് പറയുന്നില്ലേ? അതുകൊണ്ടാണ്. അപ്പൊ അത് അതിനെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. മാലിക്കി യൗമിദ്ദീനി. പിന്നെ അടുത്ത ആയത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ സ്റ്റൈല് മാറും, അതിന്റെ ഒരു ശൈലി തന്നെ വ്യത്യാസമുണ്ട് എന്നതുകൊണ്ടാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ. ഇത് കേൾക്കുമ്പോൾ ഒരാൾക്ക് ചോദിക്കാം, എന്താ ചോദ്യം? അപ്പൊ പരലോകത്തിന്റെ ഉടമസ്ഥൻ മാത്രമാണ് അള്ളാഹു. അപ്പൊ ഈ ലോകം നമ്മുടെ തന്നെയാണ് അല്ലേ? എന്താ അഭിപ്രായം? ഈ ലോകം അള്ളാഹു നമുക്ക് വിട്ടു തന്നിരിക്കുകയാണോ? പടച്ചോനെ ഇടപെടൂലേ ഈ ലോകത്ത്? ശരിക്കും നമ്മള് ഒന്നുകൂടി ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. പക്ഷെ നമ്മുടെ ഈ ക്ലാസ്സിൽ ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് ചോദ്യം ഉത്തരവും ഞാൻ തന്നെ പറയാണ്. അപ്പൊ അള്ളാഹു ദുനിയാവിൽ ഇടപെടൂലേ? ചിലർ അങ്ങനെ കരുതുന്നുണ്ട് അല്ലെ? ഈ ലോകം നമ്മുടേതാണ്, പടച്ചോൻ ഉണ്ടെങ്കിൽ തന്നെ പരലോകത്തേ ഉള്ളൂ, അത് അപ്പൊ കാണാം, ദുനിയാവിൽ ജീവിക്കാന്നുള്ള മനസ്സിലുള്ള ആൾക്കാരല്ലേ? ഇൻ ഹിയ ഇല്ല ഹയാത്തുന ദുനിയ നമൂതു വനഹയ, ഇങ്ങനെ പറയുന്നവരുണ്ട്. ജീവിതം എന്ന് പറഞ്ഞ ആകപ്പാടി ദുനിയാവിലെ ജീവിതമാണ്, ഇവിടെ നമ്മൾ ജീവിക്കും, ഇവിടെ മരിക്കും, ഇങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അപ്പൊ ഈ ലോകത്തിന് ഉടമസ്ഥൻ ആരാണ്? ഈ ആയത്ത് ഓതിയിട്ട് ഒരാൾക്ക് ചോദിച്ചൂടെ? അത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, റബ്ബുൽ ആലമീൻ, അവൻ സർവലോക സംരക്ഷകനാണ്. അപ്പൊ അവൻ തന്നെയാണ് ഉടമസ്ഥൻ. വലില്ലാഹിൽ ആഖിറത്തു വൽ ഊല. എവിടെയാ? സൂറത്തുൽ ലൈലിൽ അല്ലെ? വലില്ലാഹിൽ ആഖിറത്തു വൽ ഊല ഇന്ന അലൈനാ ലൽ ഹുദ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല എന്നുണ്ട്. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല ലില്ലാഹി മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. ആകാശങ്ങളിലെ മാത്രമല്ല ഭൂമിയുടെയും ഉടമസ്ഥനാണ് അല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ എന്താ ഇതിങ്ങനെ പറയാൻ? പരലോകത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പരലോകത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഒരേ ഒരു ആയത്താണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ? ഒരേ ഒരു ആയത്താണ്. തുടക്കത്തിൽ പറഞ്ഞില്ലേ 3 വിഷയങ്ങളാണ് ഈ സൂറയിൽ വരുന്നത്. ഒന്ന് തൗഹീദാണ്, 2 പരലോകാണ്, മൂന്നാമത്തേത് ആഖിറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അല്ല, തൗഹീദ് റിസാലയാണ്, അത് പ്രവാചകത്വം. പിന്നെ ആഖിറ, പരലോകം. ഈ 3 വിഷയങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നത്. അപ്പൊ പരലോകവുമായി ബന്ധപ്പെട്ട ആയത്ത് ഇതാണ്, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ. എന്താ ഉദ്ദേശം? പ്രതിഫല ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചു, ഖബറിലെത്തി, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു, അവിടെ വിചാരണ നടക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷയും ശിക്ഷയും പ്രതിഫലമായിട്ട് നൽകപ്പെടുന്നു അല്ലെ? ആ പ്രതിഫലാണ്, ആ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പൊ അത് മുൻനിർത്തിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഹജ്ജ് ചെയ്തത്, ഉംറ ചെയ്തത്, ഒരുപാട് ത്യാഗം സഹിച്ചതൊക്കെ എന്തിനാ? അവിടെ രക്ഷപ്പെടണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ ലക്ഷ്യബോധമാണ് മാലിക് യൗമിദ്ദീൻ. അവിടെ എനിക്കുള്ള പ്രതിഫലം പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ പ്ലസ് ആവണം, മൈനസ് ആകരുത് എന്നുള്ള തീരുമാനമാണ് മാലിക് യൗമിദ്ദീൻ. പിന്നെന്താ അതിലുള്ളത്? അള്ളാഹു ആ ദിനത്തിന്റെ
ഉടമസ്ഥനാണെന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന്റെ അധികാരിയാണ് അവൻ. അപ്പൊ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടക്കൂല, അല്ലെ? ഖുർആൻ ഒരുപാട് പറയുന്നുണ്ട് അവിടെ എന്തില്ല, ശുപാർശ നടക്കുകയില്ല, ജാമ്യം നിന്നുകൊണ്ട് പകരം എന്തെങ്കിലും നൽകിയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ആരുമാരെയും സഹായിക്കുകയില്ല. ഇങ്ങനത്തെ ഒരു ദിവസമല്ലേ, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഅഖദു മിൻഹാ അദ്ൽ വലാ ഹും യുൻസറൂൻ. ഇങ്ങനെ പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ, പല ശൈലിയിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ദിനമാണ്. അവിടെ അള്ളാഹു മാത്രാണ് ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ അവന്റെ തീരുമാനമാണ് അന്തിമം. അപ്പൊ ഈ ലോകത്തോ അള്ളാഹുവിന്റെ തീരുമാനമല്ലേ അന്തിമം? അതെ. പക്ഷെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കും, അല്ലേ? അതാണ് വ്യത്യാസം. മനുഷ്യർക്ക് ഈ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട്, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും. പരലോകത്ത് സാധ്യമല്ല. പരലോകത്ത് നല്ലത് പറയാനേ പറ്റുള്ളൂ. അള്ളാഹു അവസരം നൽകുന്നവർക്കേ അവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അങ്ങനെയാണല്ലോ, അല്ലാത്തവർക്കും മിണ്ടാൻ കഴിയില്ല എന്ന് കരുതി അള്ളാഹു ആരോടെങ്കിലും അനീതി കാണിക്കോ? അതുമില്ല. അവൻ പൂർണ്ണ നീതിയാണ് അവിടെ നടപ്പിലാക്കുക. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്നത്. അവിടെ എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ ത്രാസില് നന്മ കനം തൂങ്ങണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അങ്ങനെ മനുഷ്യൻ മണ്ണോട് ചേർന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമോ? ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ? ഇന്നത്തെ ഈ AI യുഗത്തില് ഇമാതിരി വിഡ്ഢിത്തൊക്കെയാണോ പറയുന്നത്? ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ കാണും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മരിച്ച ഒരാൾ ഇതുവരെ എഴുന്നേറ്റ് വന്നോ? ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കായിരുന്നു. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അപ്പൊ എന്താ മറുപടി പറയാം? ചിലപ്പോൾ നമ്മളും കൂടുതൽ ആലോചിച്ചിട്ട്, ഞാനും അതാ ആലോചിക്കുന്നത്, മരിച്ചിട്ട് എങ്ങനെ എഴുന്നേറ്റ് വരിക? ഒരുപാട് മനുഷ്യർ നമ്മുടെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്, ആരും ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു, അല്ലെ? ഒരുപാട് ചോദ്യങ്ങൾ അതിന്റെ പിന്നിൽ വരും. ഇത് അന്ധവിശ്വാസമല്ലേ? ഈ കാലഘട്ടത്തിലേക്ക് ഇതെങ്ങനെ വിശ്വസിക്കും ആൾക്കാർ ചോദിക്കും. അപ്പൊ അള്ളാഹു എന്താ അതിന് മറുപടി പറഞ്ഞത്? അല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു. ആരാണോ സൃഷ്ടിപ്പ് ആരംഭിച്ചത് അവൻ തന്നെ അതിനെ ആവർത്തിക്കുന്ന പറഞ്ഞത്, അല്ലേ? യുബ്ദിഉ വ യുഈദ്, സൂറത്തുൽ ബുറൂജിലുണ്ടല്ലോ. ആരാണോ സൃഷ്ടിപ്പ് ആരംഭിച്ചത് അവൻ അതിനെ ആവർത്തിക്കാൻ കഴിവുള്ളവനാണ്. ഇപ്പൊ നമ്മൾ ഉണ്ടായത്, ആദ്യ മനുഷ്യൻ ഉണ്ടായത് ഇല്ലായ്മയിൽ നിന്നാണ്, അല്ലെ? അള്ളാഹു നിശ്ചയിച്ചപ്പോൾ ഉണ്ടായതാണ്. എങ്കിൽ ആ അള്ളാഹുവിന് പിന്നെ സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും? ഒരിക്കൽ ഉണ്ടായ ഒന്നിനെ രണ്ടാമത് സൃഷ്ടിക്കൽ ബുദ്ധിമുട്ടാണോ? അവൻ ആദ്യം സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നാണ്. അതുകൊണ്ട് തീർച്ചയായും അവന് കഴിയും, അല്ലെ? അങ്ങനെയാണ് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് മനുഷ്യനെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. എന്താണെന്നറിയാം? അതിലൊന്നാണ് ഉറക്കവും ഉണർച്ചയും. ഒരു മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അയാൾ മരിച്ചു ശരിക്കും, അല്ലെ? പരിസര ബോധമില്ല. ആ അവസ്ഥയിലല്ലേ അയാൾ ഉറങ്ങുന്നത്. ചിലപ്പോൾ അങ്ങനെ തന്നെ മരിച്ചും പോകാം. പക്ഷേ നേരം വെളുക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റു. ക്ലോക്കിൽ നോക്കുമ്പോൾ 4-4:30 തഹജ്ജുദിന്റെ സമയമായി, അല്ലെങ്കിൽ 5 മണിയായി. അപ്പൊ അയാൾ ഓർക്കുകയാണ്, ഞാൻ രാത്രി 10 മണിക്ക് കിടന്നതായിരുന്നു, ഞാൻ ഇത്രയും നേരം ഉറങ്ങുകയായിരുന്നു, ഞാനിപ്പോ വീട്ടിലെ റൂമിലാണ് ഉള്ളത് എന്നൊക്കെ അപ്പോഴാണ് അയാള് ശരിക്കും മനസ്സിലാക്കുന്നത്, അല്ലെ? ആ സമയം വരെ അയാളുടെ ബോധ മനസ്സ് ഡിസ്കണക്റ്റ് ആയിരിക്കുകയാണ്, അയാളുമായിട്ടൊരു ബന്ധമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ അയാളുടെ ആന്തരിക അവയവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? ഹൃദയം പിടിക്കുന്നുണ്ട്, ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്, അതുപോലെ അയാള് രക്തം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ അയാൾക്ക് ബോധമില്ലാത്ത അവസ്ഥയൊക്കെ എടുക്കുകയാണ്. അയാൾ ഒന്ന് തൊടുമ്പോൾ അയാൾ പെട്ടെന്ന് എഴുന്നേൽക്കും. ഇത് പോരെ ശരിക്കും, അല്ലെ? പരലോകം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവല്ലേ? അതുകൊണ്ടാണ് നമ്മള് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ, അള്ളാഹുവെ നിന്റെ നാമത്തില് ഞാൻ
മരിക്കും, ഞാൻ ജീവിക്കും. ആദ്യം മരിക്കും എന്നാ പറയുന്നത് അല്ലെ? ഉറങ്ങാൻ കിടക്കുമ്പോൾ. എഴുന്നേറ്റ് കഴിഞ്ഞാലോ അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനി ബഅദമ അമാതനി വ ഇലൈഹിൻ നുശൂർ. എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവെ, നിനക്കാണ് സർവസ്തുതി. അവനിലേക്കാണ് മടക്കം, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം. ഇങ്ങനെ പറയുന്നില്ലേ? ശരിക്കും മരണമാണ് അതല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോഴേ മനസ്സിലാവും. ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന ഇല്ലേ ഉറങ്ങാൻ കിടക്കുമ്പോൾ? അത് കുറെ കൂടി വിശാലമാണ്. എൻ്റെ നഫ്സിനെ നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ സാലിഹ്യങ്ങളുടെ കൂടെ നീ ചേർക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ? ആ നിലയ്ക്ക് ശരിക്കും മരണമാണ്. പിന്നൊരു തെളിവ് എന്താണെന്ന്, ഇപ്പോ ഈ മഴക്കാലത്ത് നമ്മൾ മുറ്റത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ തൊടിയിലേക്ക് നോക്കുമ്പോൾ, പറമ്പിലേക്ക് നോക്കുമ്പോൾ, ശരിക്കും കഴിഞ്ഞ വേനലിൽ വരണ്ടു പോയ മണ്ണില് എത്ര പെട്ടെന്ന് ആ പുല്ല് മുളച്ചു വന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ആ പുല്ലിന്റെ വിത്ത് മണ്ണിൽ നേരത്തെ ഉണ്ടായിരുന്നു. കാലാവസ്ഥ അനുകൂലമായപ്പോ മഴ പെയ്തപ്പോ പെട്ടെന്ന് പുൽനാമ്പ് മുളച്ചു വരികയാണ് അല്ലെ? നമ്മൾ മുറ്റത്ത് പാകിയ ടൈലിന്റെ ഇടയിൽ കൂടിയൊക്കെ പുല്ല് വരുന്നതാണ്. അതിന് വിത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വീണ്ടും മുളച്ചു വരികയാണ്. ഇതേ അവസ്ഥയാണ് ശരിക്കും. ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ ആത്മാവ് ഇല്ലാതെയാകോ? ഇല്ല, ആത്മാവ്, അയാളുടെ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകത്തേക്ക് പോവാൻ. എന്നിട്ടോ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വഇദൻ നുഫൂസു സുവ്വിജത്ത്, ഈ ശരീരത്തിലേക്ക് ആത്മാവ് വീണ്ടും ഇണക്കപ്പെടുകയാണ് ഖബറിൽ അല്ലെ? ഖബറിന്ന് എഴുന്നേൽക്കുമ്പോൾ അപ്പോഴാണ് മം ബഅസനാ മിൻ മർഖദിന, ഈ ഖബറിലെ കിടപ്പറയിൽ നിന്ന് ആരാണ് നമ്മെ എഴുന്നേൽപ്പിച്ചത് എന്ന് മനുഷ്യൻ ചോദിക്കുന്ന സമയമാണത്. അപ്പൊ അതുകൊണ്ട് ഉറക്കവും ഉണർച്ചയും ഒരു തെളിവാണ്. അതുപോലെ ഈ വിത്ത് മുളക്കും പോലെ, പുൽനാമ്പ് മുളക്കും പോലെ. അപ്പൊ വിത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇതേപോലെ നമ്മുടെ ആത്മാവിന് മരണമില്ല. ആത്മാവ് ആത്മാക്കളുടെ ലോകത്ത് അങ്ങനെ നിൽക്കാണ്. അള്ളാഹു തീരുമാനിച്ചപ്പോൾ മണ്ണിൽ നിന്ന് ശരീരം എഴുന്നേൽക്കുമ്പോൾ ആത്മാവ് അതിലേക്ക് ചെന്ന് അങ്ങനെ ഒന്നിച്ച് മനുഷ്യനായിട്ട് എഴുന്നേറ്റ് വരികയാണ് അല്ലേ? അത് മറ്റൊരു തെളിവാണ്. ശാസ്ത്രീയമായിട്ടൊക്കെ പല തെളിവുകൾ വേറെയും പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും പരലോകം സാധ്യമാണ്, ഉള്ളത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. പുതിയ പഠനങ്ങളൊക്കെയും ശാസ്ത്രീയ പഠനങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്ന എന്താ? ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, കുറച്ചു മുമ്പ് മരണപ്പെട്ടു പോയ ഇതിഹാസ തുല്യനായ ശാസ്ത്രകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരാള് സ്റ്റീഫൻ ഹോക്കിംഗ്, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത, അയാൾക്ക് തല മാത്രമാണ് ഇളക്കാൻ പറ്റുള്ളൂ, മൊത്തം ശരീരം തളർന്നു കിടക്കുന്ന ആളാണ്. പക്ഷെ ലോകം ഉറ്റുനോക്കി അയാളുടെ ഓരോ വാക്കും, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇങ്ങനെ: ലോകാവസാനത്തിന് ഇനി 5 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ 5 മിനിറ്റ് എന്താണ്? നമ്മുടെ 5 മിനിറ്റ് അല്ല. ലോകത്ത് ഇനി ഗുരുതരമായ 5 കാര്യങ്ങൾ സംഭവിക്കുന്നതോടെ ലോകം അവസാനിക്കും. മഹാപ്രളയങ്ങളും ഭൂകമ്പങ്ങളും ഇങ്ങനെ പലതുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന യുദ്ധമൊക്കെ ചിലപ്പോ ആ ഒരു സാഹചര്യത്തിലേക്ക് മാറി മറിഞ്ഞേക്കാം. അപ്പൊ ലോകം അവസാനിക്കാനുള്ളതാണ് എന്ന് ശാസ്ത്രം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അതിൽ വളരെ ചെറിയൊരു യുക്തിയുണ്ട്. എന്താണെന്നറിയാം? ചലിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളില്ലേ, അതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും അല്ലെ? ഒരു തുടക്കം ഉണ്ടാവില്ലേ? ഉണ്ടാവും. എങ്കിൽ തുടക്കമുള്ള എല്ലാറ്റിനും എന്തുണ്ട്? ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടാവും, അവസാനിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഇതാണ് അതിലെ ശാസ്ത്രത്തിന്റെ യുക്തി. അതാണ്. ഈ ലോകം അങ്ങനെയാണല്ലോ, ലോകം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ശാസ്ത്രം വളരെ വ്യക്തമായിട്ടത് ബോധ്യപ്പെടുന്നുണ്ട്. ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, മറ്റു ഗോളങ്ങൾ കറങ്ങുന്നു, പലതും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ചലിക്കുന്ന എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും, എങ്കിൽ അതിനൊരു എൻഡിങ് പോയിന്റ്, ഒരു അവസാന നിമിഷം ഉണ്ടാവും. അതാണ് ഖിയാമത്ത് എന്ന് പറയുന്നത്. അത് സംഭവിക്കാൻ പോവാണ് എന്ന് ശാസ്ത്രലോകം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഉപയോഗപ്പെടുത്തണം എന്ന് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വേറൊരു ചോദ്യം കൂടിയുണ്ട് ഈ ആയത്തിൽ. എന്താണെന്നറിയാം? പരലോകത്ത് രക്ഷയുണ്ട്, ശിക്ഷയുണ്ട് എന്നല്ലേ? എന്തിനാണ് പരലോകം എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ എന്താ ഉത്തരം? എന്തിനാണ് പരലോകം?
നീതി പുലരുക എന്നതാണ്. നീതി എന്ന 2 അക്ഷരമുള്ള വാക്കാണ് ഇതിന്റെ ഉത്തരം, അല്ലെ? നന്മ ചെയ്തവന് അതിനുള്ള പ്രതിഫലം കിട്ടണം, തിന്മ ചെയ്തവന് അയാൾ അർഹിക്കുന്നത് കിട്ടണം. അതിന് ഇവിടെ തന്നെ കോടതി ഉണ്ടല്ലോ. എന്തിനാ പരലോകം എന്നൊരാൾ ചോദിച്ചാലോ? മനുഷ്യൻ നടപ്പിൽ വരുത്തുന്ന നീതിക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്നതാണ് അതിന്റെ ഉത്തരം, അല്ലെ? എന്താ പരിമിതി? നമ്മൾ കാണുന്നില്ലേ കോടതിയില് പല വ്യവഹാരങ്ങളിലും ഇപ്പൊ ജനങ്ങൾ പറയുന്നു ഇയാൾ കുറ്റവാളിയാണ്, പക്ഷെ കോടതിയുടെ മുമ്പിൽ എത്തിയപ്പോഴോ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ വെറുതെ വിടുന്നു എന്ന് പല കേസുകൾ. പ്രമാദമായ പല കേസുകൾ അങ്ങനെ സംഭവിക്കുന്നത് കാണും, അല്ലെ? ഇനി ശിക്ഷിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, എന്ത് ശിക്ഷ കൊടുക്കാം? ഇപ്പൊ നെതന്യാഹു 3,00,000 മനുഷ്യര് അയാളുടെ ഭരണകാലത്ത് കൊല്ലപ്പെട്ടില്ലേ? അയാൾ എങ്ങനെയായിരിക്കും ശിക്ഷിക്കുക ഈ ലോകത്ത്? അയാൾ അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ പരമാവധി ചെയ്യാവുന്നത് അയാളെ തൂക്കിലേറ്റാം. എത്ര തവണ? ഒറ്റ ഒരു തവണ. ശരിക്കും അയാള് 3,00,000 തവണ അയാളെ തൂക്കിലേറ്റണ്ട, 75,000 തവണ തൂക്കിലേറ്റപ്പെടണം. ഇപ്പോഴും അവിടെ കൊലപാതകങ്ങൾ നടക്കുകയാണ്. ആലോചിച്ച് നോക്ക്, മീഡിയകളിൽ വരുന്നില്ല എന്ന് മാത്രം. അപ്പൊ അയാൾക്ക് എങ്ങനെ അർഹമായ ശിക്ഷ നൽകും? സംവിധാനമില്ല. അതിന് മറ്റൊരു ലോകം അനിവാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഒരാൾ നന്മകൾ ചെയ്തു, ജീവിതം മുഴുവനും നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒരാൾ, അയാൾ മരണപ്പെട്ടാലോ? ഇവിടെ നമ്മുടെ രാജ്യത്താണെങ്കിൽ ഭാരതരത്ന കൊടുക്കാം, മരണപ്പെടണ്ട. അയാള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആദരിച്ചേക്കും, അല്ലെങ്കിൽ ചിലർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് കൊടുക്കാറുണ്ട്, അല്ലെ? ഭാരതരത്നയാണ് നമ്മുടെ രാജ്യത്ത്. ഇനി ലോകത്ത് നൊബൽ പ്രൈസാണ്, നോബൽ സമ്മാനമാണ് മാക്സിമം കൊടുക്കാവുന്നത്. പക്ഷെ ഒരാൾ പറയാം എനിക്കിതൊന്നും പോരാ, ഞാൻ ചെയ്തതിനുള്ളത് തരൂ എന്ന് പറഞ്ഞാലോ കൊടുക്കാൻ കഴിയില്ല, പെട്ടുപോകും. അപ്പൊ അവിടെയാണ് ഒരാൾക്ക് പ്രതിഫലം എന്നത് അയാൾ അർഹിക്കുന്നത് കൊടുക്കണം. അതാണ് നീതി. അത് ഈ ലോകത്ത് സാധ്യമല്ല എന്നുള്ളതാണ്. മറ്റൊരു ലോകം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളതാണ്. കാരണം മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ പറ്റുമോ? ഇപ്പൊ പറയുന്നുണ്ട് നുണ പരിശോധന നടത്തുന്ന യന്ത്രമൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ അവിടെയാണ് അള്ളാഹു മനുഷ്യന്റെ ഉള്ളറിയുന്ന അള്ളാഹു നാളെ വിചാരണക്കെടുക്കും എന്ന് പറയുന്നു. ഓരോ പോയിന്റിലും, ഓരോ നിമിഷവും, ഓരോ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ പരലോകത്ത് എൻ്റെ ഈ കർമ്മം എനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ? ഈ ചിന്ത നമ്മിൽ സൃഷ്ടിക്കുകയാണ് മാലിക് യൗമിദ്ദീൻ എന്നൊറ്റൊരായത്ത്. വല്ലാത്തൊരായത്താണ് ശരിക്കും അത്. നന്മ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ പ്രതീക്ഷയുണ്ട്. പ്രതിഫല ദിനം എന്ന് പറയുമ്പോൾ പ്രതീക്ഷയാണ്. പക്ഷെ അവനാണ് മാലിക് എന്ന് പറയുമ്പോൾ അവൻ ആരെങ്ങനെ കടത്തി വിടൂല. മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം നൽകുന്നത്, അല്ലേ? അപ്പൊ അതിനാൽ വളരെ ഗുരുതരമായ ഒരു വിചാരണയെ നമ്മൾ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ്. ആർക്കും തുണയാകാത്ത ഒരു നാളില് ഈ ഒറ്റൊരു പോയിന്റാണ് ശരിക്കും സത്യവിശ്വാസിയെ യഥാർത്ഥ വിശ്വാസിയാക്കി മാറ്റുന്നത്. അവനെ വിശ്വസിക്കാൻ കൊള്ളാം, കാരണം അയാൾ പരലോക ബോധമുള്ള ആളാണ്, അല്ലേ? ആ ഒറ്റൊരു പോയിന്റില് അത് കേവല വിശ്വാസമല്ല, ഒരു ബോധ്യം ഉണ്ടാവണം. നാളെ പടച്ചവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്താകും എന്നുള്ളൊരു ആലോചനയല്ലേ? ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. പടച്ചവന്റെ മുമ്പില് അവന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുന്ന ആ നിൽപ്പിനെ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്, അല്ലെ? ആരും കാണാനില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം. അതിനാൽ രഹസ്യമായി പോലും തെറ്റ് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത, അതൊക്കെ ഈ പരലോക ബോധമാണ് നമുക്ക് നൽകുന്നത്. അതെങ്ങാനും ഇല്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞു. അപ്പൊ ഭൗതികമായ അവസ്ഥയിലുള്ള ജീവിതമാണ് പിന്നെ സംഭവിക്കുക. അപ്പൊ ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ നെടും തൂണുകളിൽ ഒന്നായ നമ്മുടെ ജീവിത ലക്ഷ്യമാകുന്ന പരലോകവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആയത്താണ്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഖുർആനിൽ ധാരാളമുണ്ട്. അമ്മ ജുസുവിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ആയത്തുകളും സൂറത്തുകളും പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. മക്കി കാലഘട്ടത്തിൽ അവതരിച്ച അധിക സൂറകളിലും വിശ്വാസപരമായ കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
അതിൽ പരലോകവും ഏകദൈവത്വമാണ് മുഖ്യമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആയത്തുകളും പരലോക കാഴ്ചകൾ നമുക്ക് പകർന്നു തരുന്ന ഹദീസുകളൊക്കെ പഠിക്കണം. അതില് നിർദ്ദേശിക്കാനുള്ള ഒരു പുസ്തകമുണ്ട് മലയാളത്തില്, ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞ, എല്ലാ വീട്ടിലും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു പുസ്തകമാണ് പരലോകം ഖുർആനിൽ. ആരെ പുസ്തകമാണ്? മർഹൂം KC അബ്ദുള്ള മൗലവി, ഖുർആനിലെ അഗ്രഗണ്യനായ പണ്ഡിതൻ, ഗവേഷകനാണ് അദ്ദേഹം. ഒരുപാട് ഖുർആനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. അള്ളാഹു ഖുർആനിൽ, പരലോകം ഖുർആനിൽ, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ. അപ്പൊ അതിനാൽ ആ പുസ്തകം റെഫർ ചെയ്യണം, വളരെ പ്രധാനമാണ്. പരലോകത്തെ കാഴ്ചകൾ നേരിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ തുറന്നു വെച്ച പോലെ ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരലോക ബോധത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ച തമ്പുരാൻ നമുക്കെല്ലാം സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നീ കൂടുതൽ സജീവമായി നിലനിർത്തണേ നാഥ. ഖുർആൻ പഠന മാർഗത്തില് ഒരുമിച്ച് മുന്നേറുവാൻ തൗഫീഖ് നൽകണേ റബ്ബെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും പേരമക്കളെയും എല്ലാം അനുഗ്രഹിക്കണേ നാഥ. രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളിൽ മൺമറഞ്ഞു പോയ ഉമ്മമാര്, വാപ്പമാര് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. നമ്മുടെ അഹ്സാബ് സാഹിബിന്റെ മകന്റെ കല്യാണം വരാൻ പോവാണല്ലോ.